ഒരാഴ്ചക്കാലം ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. എല്ലാ ആപത്തിനും അനർത്ഥത്തിനും ഞങ്ങളെ വിടുവിച്ച് ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ചില നിമിഷങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്നെ ആരാധിക്കുവാനും ഹല്ലേലൂയ സ്തുതിക്കുവാനും ദൈവവചനം കേൾക്കുവാനും നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്ദർശനം, ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവകൃപ ഞങ്ങളെ ഹല്ലേലൂയ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ അപ്പാ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തിരുഹിത പ്രകാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന് യഥാർത്ഥമായിട്ടുള്ള ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ നീങ്ങിമാറുവാൻ കൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനെതിരായി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസന്നത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിമാറുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ, ഇനി വരാനുള്ളവരെ ഏൽപ്പിക്കുന്നു. ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഇന്ന് രാത്രികാലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിനെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം, ആരാധനയ്ക്കായി സ്തോത്രം. ദൈവമേ നിന്റെ സാന്നിധ്യം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഇന്ന് രാത്രികാലം ഞങ്ങളെ രുചിച്ചറിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മാനമോത്വം കൊണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ചില ഗാനങ്ങൾ പാടി ദൈവത്തിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസത്തിൽ ഈ സന്ധ്യയ്ക്കൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ ശ്രേഷ്ഠകരമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നാം ആളിൻ്റെ പെരുപ്പത്തിൽ അല്ലല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്നരളിച്ചതവനായി നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഈ സന്ധ്യയിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടെ ആരാധനയോടുകൂടെ നാം തുറന്നുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യേശു അവൻ രാജാതി രാജാവാണ്. അവനെ ആരാധിക്കാനും സ്തുതിക്കുവാനും കഴിയുന്ന എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. മനോഹരമായ 1-2 പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് അവനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ യേശുരാജാവേ, എന്നും സ്തുതിക്കും ഞാൻ. എൻ്റെ ജീവൻ തന്നവരെ സ്തുതിക്കും ഞാനെന്നും. എൻ്റെ എന്നും സ്തുതിക്കും ഞാൻ. എൻ്റെ ജീവൻ തന്നവരെ സ്തുതിക്കും ഞാനെന്നും. എൻ്റെ യേശുരാജാവേ, ആരാധിക്കും എന്നാളും ഞാൻ സമ്പൂർണ്ണ ഹൃദയമോടെ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും എന്നും നിനക്കു മാത്രം. ആരാധിക്കും എന്നാളും ഞാൻ സമ്പൂർണ്ണ ഹൃദയമോടെ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും എന്നും
നിനക്കുമാത്രം എൻ്റെ യേശുരാജാവേ, എന്നും സ്തുതിക്കും ഞാൻ എൻ്റെ ജീവൻ തന്നവനെ. സ്തുതിക്കും ഞാൻ എൻ്റെ യേശുരാജാവേ, ആനന്ദവും ജയജീവനും തരുവൻ പ്രഭുനാഥ. വീഴുമ്പോരത്തൻ പൊൻകരങ്ങളാൽ താങ്ങി നടത്തുന്നോരേ. ആനന്ദവും ജയജീവനും തരുവൻ പ്രഭുനാഥ. വീഴുമ്പോരത്തൻ പൊൻകരങ്ങളാൽ താങ്ങി നടത്തുന്നോരേ. അറിയാമോ നമുക്ക് എൻ്റെ യേശുരാജാവേ, എന്നും സ്തുതിക്കും ഞാൻ എൻ്റെ ജീവൻ തന്നവനെ. സ്തുതിക്കും ഞാൻ എൻ്റെ യേശുരാജാവേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല. എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ
അങ്ങ് സ്നേഹിപ്പാരാണെനിക്കാശ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാരാ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തുക യേശുവേ തീർന്നതുകൊണ്ടല്ല, എല്ലാ ആവശ്യങ്ങളും ദൈവം തന്നതുകൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് പ്രധാനമായിട്ട് അവൻ ആരാധ്യനായ ദൈവമാണ്. അപ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തന്നെ നമ്മെ സ്നേഹിച്ച് ആ കർത്താവിനെ ഹല്ലേലൂയ ഒരു പ്രത്യാശയുടെ ഗീതങ്ങൾ കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്ന് പോയിടും. ഹല്ലേലൂയ പ്രത്യാശയുടെ പാട്ടിൽ നമുക്ക് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ വരം നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ചെന്ന് പറ അവൻ കർത്താവേ വേഗം വരണേ, അവൻ കർത്താവേ നിൻ രാജ്യം വരണേ, അവൻ കർത്താവേ വേഗം വരണേ, അവൻ കർത്താവേ നിൻ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരു കൊണ്ടു നമുക്കായി. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവൊരു കൊണ്ടു നമുക്കായി. അവൻ കർത്താവേ വേഗം വരണേ, അവൻ കർത്താവേ നിൻ രാജ്യം വരണേ, അവൻ കർത്താവേ ഓ അവൻ കർത്താവേ നിൻ രാജ്യം വരണേ. കുഞ്ഞാറ്റിൻ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോടു കൂടെ പോകും ഞാൻ. പ്രത്യാശയോടെ ഓ കുഞ്ഞാറ്റിൽ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോടു കൂടെ പോകും ഞാൻ. ഓ അവൻ കർത്താവേ വേഗം വരണേ, അവൻ കർത്താവേ നിൻ രാജ്യം വരണേ, ഓ അവൻ കർത്താവേ ഓ അവൻ കർത്താവേ നിൻ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകം അഴിയും, കാൺപതെല്ലാം മാറിപ്പോയിടും. ഓ കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യവാ. കാലം കഴിയും ഈ ലോകം അഴിയും, കാൺപതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യവാ. ചെറുത് പറ അവൻ കർത്താവേ വേഗം വരണേ, അവൻ കർത്താവേ
കൃപയേറും കർത്താവിവൻ വിശ്വാസം, അതിനാൽ ഹൃദയശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ആശ്രയം ഹല്ലേലൂയ, കൃപ കൃപയൊന്നൻ ആനന്ദമാ. ഓ വഴികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വഴികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേടും മരുഭൂമിയിലാനന്ദ കനലാകും. ഇരുൾ പാതയിൽ അനുദിന ഒളി നൽകും കൃപയാ തന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിന ഒളി നൽകും കൃപയാ തന്നാശ്രയമാ. ഓ കൃപ കൃപയൊന്ന് ആശ്രയം ഹല്ലേലൂയ, കൃപ കൃപയൊന്ന് ആനന്ദം. ഹല്ലേലൂയ. ഓ എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ കനലാകും. ഇരുൾ പാതയിൽ അനുദിന ഒളി നൽകും കൃപയാ തന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിന ഒളി നൽകും കൃപയാ തന്നാശ്രയമാ. ഓ കൃപ കൃപയോന്നൻ ആശ്രയം ഹല്ലേലൂയ, കൃപ കൃപയോന്നൻ ആനന്ദം. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലമവൻ പകർന്നല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. ഓ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും. ഓ കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ, കൃപ കൃപയൊന്നൻ ആനന്ദമാ. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവനെ തന്നവനിലും കൃപയാ അടക്കുമേ. തിരുജീവനെ തന്നവനിലും കൃപയാ അടക്കുമേ. ഓ കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ, കൃപ കൃപയൊന്നൻ ആനന്ദം. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. 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 ഇന്ന് സന്ധ്യയ്ക്ക് വിശ്വസിക്കുന്നവർ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ നിന്റെ കൃപ മതി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഇതുവരെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരുന്നു. ദൈവകരങ്ങളിൽ നമ്മെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കാൻ തുറന്നു ദൈവം നമ്മെ സഹായിക്കുന്നു.
എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നതിനായി ദൈവത്തിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില നിമിഷങ്ങൾ ഒന്ന് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വൈകിട്ടത്തെ ദൈവദിന ശുശ്രൂഷയ്ക്കായി അനുഗ്രഹത്തിനായി ദേവദാസൻ സംസാരിക്കുന്ന വചനങ്ങൾക്കായി ദേവദാസനായി നമുക്ക് 1 മിനിറ്റ് മൗനമായി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വൈകിട്ടത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായി ആർക്കെങ്കിലും ഒരു സഹോദരിക്കും ഒരു സഹോദരനും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ. താങ്ക് യു ലോർഡ്. ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിപ്പാൻ കർത്താവേ ഹല്ലേലൂയ. ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, കഴിഞ്ഞ കാലം ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവിന്റെ വചനം കേൾക്കുവാനൊക്കെ കർത്താവിടെ ആക്കിയല്ലോ കർത്താവെ. നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ വൈകുന്നേരത്തെ കർത്താവെ ദൈവസന്നിധാനത്തിലേക്ക് അടികൾ കടന്നു വന്നു കർത്താവെ. ഹല്ലേലൂയ. നീ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവസന്നിധാനത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കുകയാണ് കർത്താവ്. ഞങ്ങളെ കണ്ടുമാറാകണമേ, ശുദ്ധീകരിക്കുമാറാകണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മുമ്പാകെ അയച്ചിരിക്കുന്നതായ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ ദൈവസന്നിധിയിലെ കർത്താവെ അങ്ങയുടെ മുമ്പാകെ ഒരു പൂർണ്ണമായി കർത്താവെ. ഹല്ലേലൂയ. അതേ കർത്താവെ അടിങ്ങൾക്ക് പ്രയോജനമായി തീരത്തക്കോണം കർത്താവിന്റെ വചനം കർത്താവെ ഞങ്ങളോട് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് അഭിഷേകം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ വായു തുറക്കുമ്പോൾ സംസാരിക്കേണ്ടതിനെന്ന് കർത്താവെ. ഹല്ലേലൂയ. അവിടുന്ന് തന്നെ കർത്താവെ നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുക്കത്തോടെ ഇരുപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കുന്ന വചനങ്ങൾ നിമിത്തം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവിന്റെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടന്നു വന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കടന്നു വരുവാൻ കഴിയാത്തവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഇടങ്ങൾ ദൈവസാന്നിധ്യത്തിന്റെ മറകൾ മറച്ചോളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ രാത്രികാലത്തെ ആരാധന ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹവും കർത്താവിന് പ്രസാദവുമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും നിരാശയോടെ മടങ്ങുവാനിടയാകാതെ കർത്താവെ. ഹല്ലേലൂയ. 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 കർത്താവെ. ഹല്ലേലൂയ. സമൃദ്ധിയോടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവങ്ങളിൽ നിന്ന് ജീവങ്ങളിലേക്ക് പ്രാപിക്കുവാൻ കടക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശക്തികളുടെ മേൽഭാഗം ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവ്. ഇത്രത്തോളം ഞങ്ങളെ നടത്തിക്കൊണ്ട് സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കാതെ അപ്പച്ചൻ കേട്ടിരിക്കാതെ സ്തോത്രം ചെയ്യുന്ന മാനവും മഹത്വം എല്ലാ അപ്പച്ചൻ അർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയോടെ കിടക്കുന്ന വിശ്വസ്തനായ ദൈവമേ, പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ശനിയാഴ്ചയുടെ വൈകുന്നേര സമയം അവിടുത്തെ ആലയത്തിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവെ ഞങ്ങൾ ഈ ആലയം വിട്ടു പോയതിനു ശേഷം ഇന്നുവരെയും ഞങ്ങളെ ജീവനോട് ശേഷിപ്പിച്ച് കർത്താവെ ഈ പട്ടണത്തിൽ ഞങ്ങളെ നിലനിർത്തിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്രയോ അനിഷ്ട സംഭവങ്ങൾ, ആപത്തുകള് കർത്താവെ, രോഗങ്ങള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികൾ, അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങളിൽ അനേക അവസരങ്ങൾ അനേകരിങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ ഞങ്ങളെ അവിടുന്ന് എത്രത്തോളം ഞങ്ങളുടെ വിദ്യാഭ്യാസമോ ഞങ്ങളുടെ കുടുംബമഹിമയോ ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ ഒന്നുമല്ലല്ലോ അവിടുത്തെ കാരണം കൊണ്ട് മാത്രം കർത്താവെ ഞങ്ങൾക്ക് ഇത്രത്തോളം കൊണ്ടുവരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഭയായി ഞങ്ങളുടെ കുടുംബങ്ങളെയായി കർത്താവെ നൽകി തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കർത്താവെ ഇന്ന് വൈകുന്നേരം ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടുകൂടെ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് നന്ദി കരയറ്റുവാൻ തക്കവണ്ണം ഈ അവസരത്തിൽ ഞങ്ങളെ അവിടുത്തെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ആലയത്തിലേക്ക് കടന്നു വന്നത് കർത്താവേ, ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വളരെയധികം കർത്താവേ ആത്മീയമായി സന്തോഷമുള്ളവരായി മടങ്ങി പോകുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവേ സ്തോത്രത്തോടും സ്തുതിയോടും ദൈവ വചനത്തിന്റെ ജാഗരണത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ നാമത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്യചിന്തകളും പിടിഞ്ഞ് ഏകാഗ്ര ഹൃദയത്തോടുകൂടെ കർത്താവേ ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ മധ്യത്തിലേക്ക് അയച്ച അവിടുത്തെ ദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി അവിടുത്തെ ദാസൻ എഴുന്നേൽക്കുമ്പോൾ അതിശക്തമായ ദൈവത്തിന്റെ വചനം കർത്താവെ വിളമ്പുവാൻ തക്കവണ്ണം ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവ് നിറവിനോടുകൂടെ വചനത്തിന്റെ നിശ്ചയത്തോടുകൂടെ ഇന്ന് രാത്രി ഈ ആലയത്തിൽ കർത്താവെ ദൈവവചനം മുഴങ്ങുവാൻ തക്കവണ്ണം ശബ്ദം മുഴങ്ങുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നടത്തിയതെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഒരു കൂടെ പ്രാവശ്യം കൂടെ ഓർത്തുകൊണ്ട് കർത്താവെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ നന്ദി കരയിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന ഈ കാര്യത്തിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ മധ്യത്തിൽ പാസ്റ്റർ കെ വൈജോ നിലമ്പൂർ ശരണം ചർച്ചിലെ പാസ്റ്ററാണ്. 2 മാസമല്ലേ 3 മാസം കൊണ്ട് പാസ്റ്റർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദൈവം ഇന്ന് ഒരുമിച്ച നമുക്ക് ദൈവം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദേവദാസനെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് ആകാംക്ഷയോട് നമ്മൾ കാത്തിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് ദൈവം ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ കെ വൈജോ. Praise the Lord. Praise the Lord. ഈ പുൾപിറ്റ് നിങ്ങളുടെ പൊക്കമുള്ള പാസ്റ്റർമാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവമുമ്പാകെ വരാനായിട്ട് കർത്താവ് അവസരം തന്നു. ഈ സഭയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ പിള്ളൈ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഫോണിലാണ് സംസാരിച്ചത്. പരിചയമില്ലാഞ്ഞിട്ടും അപ്പോയിൻമെൻറ്റ് തന്നു. അതിൽ ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഞങ്ങൾക്ക് ഒത്തിരി പരിചയക്കാരില്ലാത്തതുകൊണ്ട് അപ്പോയിൻമെൻറ്റുകൾ കിട്ടുക വളരെ പ്രയാസമാണ്. എന്നാൽ അദ്ദേഹം മലബാറിൽ നിന്ന് വന്ന, വയനാട്ടിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പ്രോഗ്രാം തന്നതിൽ ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പ്രാദേശിക സഭയ്ക്കും പ്രത്യേക വന്ദനം ചൊല്ലുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങിങ്ങായി പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ എന്ന് പറയുന്നത് പോലെ ഒരു എല്ലാവരും ഇല്ല എന്നുള്ളതിൽ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരാത്തവരുടെ കാര്യമെല്ലാം കൂടെ വന്നവരോട് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറയാറില്ല സാധാരണ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജോലിയൊക്കെ കഴിഞ്ഞ് ആകെപ്പാടെ കിട്ടുന്നൊരു ശനിയാഴ്ച ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ പാവ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ സഭയിലുള്ള ഓരോ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജോൺ ഐസക് പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഒലിവ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നു. കോവിഡ് കാലത്തെ അല്പം വന്നതിക്ക് ശേഷം അദ്ദേഹം ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ഒരു രേഖയാണെന്ന് സൂക്ഷിച്ച് ഇരിക്കുന്നത് നല്ലതാണ്. പുസ്തകങ്ങൾ പോലെ തന്നെ യൂട്യൂബുകളും പ്രയോജനം ചെയ്യും.
ആ ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊരു റൈഡ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പെയർലാൻഡിൽ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. മല ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മലയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ പോലെ പാവം ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ അങ്ങനെ വന്നത് എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ട സന്തോഷ് മക്കാടനങ്ങളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പാസ്റ്റർ നോബൽ പി തോമസ് അടക്കമുള്ള ആളുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടത്, ഹെബ്രോനിൽ വെച്ച് കണ്ടത്. അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഡോക്ടർ സാം തോമസ് ഫിലിപ്പാണ്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അദ്ദേഹം വളരെ വർഷിപ്പ് ലീഡറാണ്. ഞങ്ങൾ ഹെബ്രോനിലെ മീറ്റിങ്ങിൽ വെച്ച് കണ്ടിരുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശശി ജോസഫ് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ചില ദിവസങ്ങളായി നിങ്ങളോടുകൂടെ പല കൂട്ടായ്മകളിലും സംബന്ധിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ മലബാറിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹം ഒത്തിരി വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പല നിലകളിലായിരിക്കാനും ദൈവം അവസരം തന്നു. എൻ്റെ അമ്മ ഒരുപാട് കാലം ശശി പാസ്റ്റർ സഭയിലെ അംഗമായിരുന്നു. പിന്നീടാണ് വയനാട്ടിലേക്ക് അമ്മ വന്നത്, ഞങ്ങളുടെ കൂടെ വന്നത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ട ആത്മീക പരിപോഷണങ്ങളൊക്കെ കൊടുക്കുന്നതിലും അതുപോലെ തലേ ദിവസമൊക്കെ വന്ന് അമ്മ പാസ്റ്റർ കൂടെ താമസിച്ച് സഭായം കൂടി വീട്ടിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഒരമ്മയെ പോലെ തന്നെ പാസ്റ്റർ എൻ്റെ അമ്മയെ സ്നേഹിച്ചു. അതിൽ ഞാൻ പ്രത്യേകം പാസ്റ്ററെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നല്ല കരുണയും ആർദ്രതയും ആത്മദാഹവും ഉള്ള ഒരു ദൈവദാസനാണ് പാസ്റ്റർ ശശി ജോസഫ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ അച്ചൻകുഞ്ഞാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറും ഉണ്ട്. അവർ രണ്ടും ഒരുപോലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. ഞാൻ എന്നിട്ട് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മക്കളോട് ചോദിച്ചിട്ടാണ് എല്ലാം കൺഫേം ചെയ്തത്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു കോബ്രദറിനെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷേ എല്ലാം മൊത്തം പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദർ പാസ്റ്റർ സാം ഡാനിയൽ സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അവിടുത്തെ സൗദി ഭരണകൂടം അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബൈബിളുകൾ പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ. ആ സമയത്ത് ഞാൻ വയനാട്ടിലാണ്. എനിക്ക് ആ പ്രവർത്തനത്തെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, മിനിസ്റ്റർ ഇ അഹമ്മദ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്നോട് കൂടെ പാസ്റ്റർ സണ്ണി ജോർജ്, അതുപോലെ പാസ്റ്റർ എബ്രഹാം ജോസഫ്, അങ്ങനെ കുറച്ച് പാസ്റ്റർമാർ എന്തായാലും വന്നിരുന്നു. അവരെല്ലാം കൂടെ ഞങ്ങൾ പോയി കണ്ട് പാസ്റ്റർ സാം ഡാനിയലിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ചു. പാസ്പോർട്ട് നമ്പർ, അവരോട് കൂടെയുള്ള പല ആളുകളുടെ വിവരങ്ങളും പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് റിലീസ് ലഭിച്ചു. വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ഇടപെടലുകളാണ് അങ്ങനെ ആ മോചനത്തിന് കാരണമായി ഭവിച്ചത്. അതിലൊരു കാരണം ഞങ്ങൾ ഇടപെട്ടതാണ് എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അദ്ദേഹം അറിഞ്ഞു, ഇങ്ങനെ ഒരാൾ ശ്രമിച്ചല്ലോ എന്നറിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ നിലമ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് വയനാട്ടിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അതിൽ അന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് പാസ്റ്റർ സാം ഡാനിയൽ. എല്ലാ കാര്യങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോയാൽ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം പര്യവസാനിക്കേണ്ടുള്ളത് കൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നിങ്ങളിൽ ചിലരെ എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നെങ്കിലും ചിലരൊക്കെ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പണ്ടൊരു പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച സമയത്ത് അദ്ദേഹത്തിന് തോന്നി ചില ആളുകളൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിച്ചു, നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ മതി. അപ്പം നമ്മുടെ സഭകളിൽ ഒരു കുഴപ്പമുണ്ട്, എന്ത് കാര്യം ഉറക്കെ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ എന്ന് പറയുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാവ സഹോദരൻ മയങ്ങിയിരിക്കുകയായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വിഷമിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉള്ള സമാധാനം പുള്ളി അനുഭവിച്ച് അങ്ങ് ഉറങ്ങിപ്പോയി വിളി. അങ്ങനെ അദ്ദേഹം ഉറങ്ങി ചാടി എഴുന്നേറ്റു. പാസ്റ്റർ ചോദിച്ചു, അപ്പോൾ എല്ലാവരും ചിരിച്ചപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും, ഞാനും പാസ്റ്ററും മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നുള്ളതെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് യോഗം കഴിയാതെ ആരും എഴുന്നേക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററി കുറവാണ്.
എൻ്റെ പേര് KJ ജോബ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജാൻസി ജോബ്. ഞങ്ങൾ ഈ രാജ്യത്ത് വന്നു. ഇവിടെ നിന്ന് അടുത്ത ദിവസം ഈ വരുന്ന ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നിന്ന് നാട്ടിലേക്കും പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വയനാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. മലബാറിൽ വയനാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് വർഷമായി വയനാട്ടിൽ പ്രവർത്തിക്കുന്നു. വ്യത്യസ്ത പ്രവർത്തനങ്ങൾ വയനാട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 15 വർഷമായിട്ട് എനിക്ക് ജയിലുകളിൽ പോയി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അങ്ങനെ 15 വർഷമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ വഴി ഒരുപാട് ആളുകളെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സന്ധിക്കാനൊക്കെ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്തമായ ജീവിത നിലവാരത്തിലുള്ള ആളുകളോട് സംസാരിക്കാനും അവരോട് അടുത്തിരുന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് സ്ത്രീകളുടെ ജയിലിൽ പോയിരുന്നു. ആ സമയത്ത് ഒത്തിരി സ്ത്രീകൾ ഇങ്ങനെ നിരാശരും ദുഃഖിതരുമായ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. 145 ആളുകളുണ്ട്. അവരോട് നമ്മൾ സാവധാനത്തിൽ ദൈവവചനം പറയും. ഏറ്റവും ഒടുവിലാണ് ദൈവവചനത്തിൽ നിന്ന് ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആദ്യം നമ്മൾ സാമൂഹികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. അവസാനം അവർ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ കരയുകയും സമർപ്പിക്കുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുമ്പോൾ ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ ജയിലുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരുപാട് ആളുകൾ ജയിലുകളിൽ നിന്ന് ഒത്തിരി ദൈവദാസന്മാർ ഒരുമിച്ചാണ് ശ്രമിക്കുന്നത്. വ്യത്യസ്ത ജയിലുകളിൽ എല്ലാവർക്കും ഓടിയെത്താൻ കഴിയില്ല. അതുകൊണ്ട് ലൈസൻസ് ഉള്ള കുറേ പേരുണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ സമയങ്ങളിൽ ഓരോ ജയിലുകൾ സന്ദർശിച്ച് ദൈവവചനം അറിയിച്ചതിൻ്റെ ഫലമായി ജയിലുകളിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ട്. ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശവുമായി എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒത്തിരി ആളുകൾ രൂപാന്തരത്തിൻ്റെ പാതയിൽ എത്തിയിട്ടുണ്ട്. അത് ഒരാൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ടല്ല, ഒരുപാട് ദൈവദാസന്മാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത് ബ്രദർ സഭയിലെ ഒരു ദൈവദാസനാണ്. അതിനുശേഷമാണ് മറ്റ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ലൈസൻസ് കിട്ടുകയും ഞങ്ങളൊക്കെ ഈ പ്രവർത്തനത്തിലേക്ക് ആകുകയും ചെയ്തത്. നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ഞാനും ശശി പാസ്റ്ററും ഒക്കെ മലബാറിൽ ഒത്തിരി പരസ്യയോഗങ്ങൾ നടത്താറുണ്ട്. തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ലഘുലേഖകളൊക്കെ ഞങ്ങൾ ഒരുപാട് വിതരണം ചെയ്യുന്നു. അങ്ങനെ ചെയ്യാവുന്നതൊക്കെ മലബാറിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവദിനത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു വലിയ ഉണർവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഒരു ഉണർവ് യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തിൽ കാണുന്ന, ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വലിയ ഉണർവിന് നമ്മൾ ഏവരും സാക്ഷ്യം വഹിക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഞാൻ ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വചനത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാമായിരിക്കാം, വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണർവ് നടന്ന സംഭവം. അത് 1905 കാലഘട്ടങ്ങളിൽ 11 മാസം നീണ്ടു നിന്ന ഒരു സംഭവമാണ്. മെത്തോഡിസ്റ്റ് ചർച്ച്, കാൽവനിസ്റ്റിക് മെത്തോഡിസ്റ്റ് ചാപ്പൽ എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളി, ഇത്രയൊക്കെ ഉള്ള ഒരു കൊച്ചു പള്ളിയിൽ കുറച്ചാളുകൾ മാത്രം ഒരുമിച്ച് കൂടിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം, ആരും ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ എന്ന് പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥന. സംഭവിച്ച എന്താണെന്നറിയോ, ആ പ്രാർത്ഥന നിർത്താൻ കഴിഞ്ഞില്ല. അത് വെളുപ്പിന് 3 മണി വരെ അങ്ങ് തുടർന്നു. ആ പ്രാർത്ഥിച്ച ആളുടെ പേര് ഇവാൻ റോബർട്ട് എന്നാണ്. അദ്ദേഹം കൽക്കരിക്കനിയിലെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പൻ മരിച്ചപ്പോൾ ഒഴിവിൽ കിട്ടിയ ജോലി, അവൻ ഗേറ്റ് കീപ്പറായിരുന്നു, വാച്ച്മാനായിരുന്നു. അവനിങ്ങനെ ബൈബിൾ ഒത്തിരി വായിക്കുമായിരുന്നു. ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ആ കൊച്ചു പ്രാർത്ഥന ഏതാണ്ട് 11 മാസം ആ ഉണർവിൻ്റെ തീജ്വാല കത്തി നിന്നു. സഹോദരങ്ങളെ, നമുക്കത് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ സത്യമായി സംഭവിച്ച കാര്യമാണ്. ഇവിടെ വരുന്നവരൊക്കെ കരയുന്നു, സമർപ്പിക്കുന്നു. പരസ്പരം തെറ്റുകൾ ചെയ്ത ആളുകള് അവർ പരസ്പരം ആലിംഗനം ചെയ്ത് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കുന്നു.
രക്ഷിക്കപ്പെടാത്ത ഒത്തിരി ആളുകൾ അവിടെ വരുന്നു. അവർ രക്ഷിക്കപ്പെടുന്നു. അവർ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ ആരും ഉത്തേജിപ്പിക്കാതെ തന്നെ സ്വയമായി തീരുമാനമെടുക്കുന്നു. നമുക്കത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? നമ്മളിവിടെ ഒത്തിരി നിർബന്ധിച്ച പല കാര്യവും പലരെ കൊണ്ട് ജയിപ്പിക്കുന്നത്. അവിടെ ചുരുക്കി പറയാം, ഈ 11 മാസം കൊണ്ട് ഏതാണ്ട് 4 ലക്ഷം ആളുകൾ അവിടെ വന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാത്തവരും വന്നു ഇതെന്തുവെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ 1 ലക്ഷം ആളുകൾ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ആരും ഒരുപാട് സുവിശേഷം പറഞ്ഞിട്ടൊന്നുമല്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അവർ കരയാൻ തുടങ്ങും, അവർ സമർപ്പിക്കാൻ തുടങ്ങും, അവർ ഏറ്റുപറയാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു ആത്മപ്രവാഹത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കുറ്റബോധം കൊണ്ട് നെടുവീർപ്പിട്ട് യേശുവേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന സംഭവം നമുക്ക് അത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ സത്യമാണ്. അങ്ങനെ സംഭവിച്ച 1 ലക്ഷം ആളുകൾ രക്ഷിക്കപ്പെട്ടു. 10,000 പേര് ആരും സുവിശേഷ വേലയ്ക്ക് പോകാൻ നിർബന്ധിക്കാതെ ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമർപ്പിച്ചു. ഇവാൻ റോബർട്ടിന്റെ സഹോദരിയും ഭർത്താവും കൂടെ നമ്മുടെ മിസോറാമിൽ വന്ന് 15 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. ആരും പറഞ്ഞിട്ടല്ല, സ്വന്തം വന്നതാ. അപ്പം നമുക്ക് ദൈവത്തോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പലരെയും ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് കെട്ടിവലിച്ചുകൊണ്ടാണ് കർത്താവെ വരുന്നത്. നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ഒത്തിരി നിർബന്ധിച്ചാണ് കർത്താവെ കൊണ്ടുവരുന്നത്. ഒരുപാട് ശ്രമം നടത്തിയാണ് ഞങ്ങളിതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് കർത്താവെ. എന്നാൽ അവിടുത്തെ ഒരു ഉണർവിൻ്റെ തീജ്വാല ഞങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവ് അയച്ചാൽ ആ ഉണർവിൻ്റെ ജ്വാല അവരെ പിടിച്ചടക്കുമ്പോൾ മറ്റാരും നിർബന്ധിക്കാതെ, മറ്റാരും ഹേമദണ്ഡം ചെയ്യാതെ, മറ്റാരും ആഹ്വാനം കൊടുക്കാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മനുഷ്യർ വേർതിരിയപ്പെടാനും കർത്താവിന് വേണ്ടി നിലകൊള്ളാനും ഇടയാവും. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. കർത്താവെ, ഒരു ഉണർവിനെ അവിടെ നയിക്കണമേ, ഉണർവിന്റെ തീജ്വാല അയക്കണമേ. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തണമേ. 78 പറയുന്നത് പോലെ നീ ഞങ്ങളെ വീണ്ടും ഒന്ന് ജീവിപ്പിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അമേരിക്കയില് ആസ്ബറിയിൽ ഒരു ഉണർവ് നടന്നു. അതൊരു യൂണിവേഴ്സിറ്റി അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കാലം ആ പ്രാർത്ഥന മുൻപോട്ട് പോകുമായിരുന്നു. ഒരു പൊതുസ്ഥലമായതുകൊണ്ടാണ് അത് ഒത്തിരി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ഇതുപോലെയുള്ള ഉണർവ് വില്യം സെയ്മൂറിന്റെ കാലത്ത് ഉണർവ് നടന്നു. പണ്ഡിത രമാഭായിയുടെ പൂനായിൽ ഉണർവ് നടന്നു. ഈ കേരളത്തിൽ ഉണർവ് നടന്നു. ആ സമയത്തൊക്കെ വേറെ ആരും നിർബന്ധിക്കാതെ ജനം തന്നെ മുൻപോട്ട് വന്നു. ഒരു തെറ്റും ആരും ആർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിന്റെ അവസ്ഥയാണ് ഈ ഉണർവിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ദൈവത്തോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു ഉണർവ് ദൈവം അയക്കണമേ. ശക്തമായ ഒരു ഉണർവ് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. ലോകരാജ്യങ്ങളെ തൊടത്തക്ക വിധത്തിലൊരു ഉണർവ് ദൈവം അയക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 4:35 മുതൽ. മറ്റ് ചെറുപടകുകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടക് തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. മതി. ഇവിടെ ശ്രദ്ധിച്ചോ. സാധാരണ നമുക്ക് ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം എടുത്തു കൊടുത്താൽ പിന്നെ അതിൻ്റെ താഴെയുള്ള മുകളിലുള്ള ഒക്കെ വായിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് സഭകളിൽ കാണാം. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും ഈ പ്രസംഗിക്കുന്ന ആളുകൾ, പാസ്റ്റർമാരൊക്കെ, ലോക്കൽ പാസ്റ്ററൊക്കെ, ചെറിയാമ്പള്ള പാസ്റ്ററൊക്കെ ഒരുപാട് മണിക്കൂർ, ജോൺ ഐസക് പാസ്റ്ററും ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഒത്തിരി മണിക്കൂർ ദൈവസന്നിധി ചെലവഴിച്ചിട്ടാണ് ഒരു സന്ദേശം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എല്ലാവരും കേൾക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി ആരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാവമാണ്. ഇനി ആരും പുസ്തകത്തിൽ നോക്കണ്ട. യേശുക്രിസ്തുവിന്റെ പരസ്യജീവിത കാലം എന്ന് പറഞ്ഞാൽ ഒരു യഹൂദൻ പൊതു ശുശ്രൂഷ ആരംഭിക്കുന്ന 30-ാം വയസ്സിൽ യേശു ശുശ്രൂഷ ആരംഭിച്ചു. ലേവായ പൗരോഹിത്യത്തിൽ 30-ാം വയസ്സിൽ തുടങ്ങുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യേശുക്രിസ്തു 30-ാം വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചു. 33.5 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സംഭവബഹുലമായ ജീവിതമായിരുന്നു. കാരണം
പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഒത്തിരി ദൗത്യങ്ങളുണ്ട്. അത് വേഗം 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 ചെയ്തു തീർത്ത് കർത്താവിന് ആ ദൗത്യം നിർവഹിച്ചു പോകേണ്ടതുണ്ട്. നാം ഓർക്കുക, യേശുക്രിസ്തുവിന്റെ അതുപോലെയുള്ള തിരക്ക് പിടിച്ച, അപ്പൊ രാവിലെ തുടങ്ങും ശുശ്രൂഷ. രാവിലെ തുടങ്ങുന്നത് സന്ധ്യ വരെ നീളും. സന്ധ്യയ്ക്ക് എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോകും, അല്ലെങ്കിൽ ശിഷ്യന്മാർ വിശ്രമിക്കും. ഇങ്ങനെയൊക്കെ അവരുടെ ദിനചര്യകളിൽ നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷെ അന്ന് ഗലീല തടാകത്തിന്റെ, ഗലീല കടലല്ല, സീ ഓഫ് ഗലീലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഗലീലി ഒരു 12 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചു തടാകമാണ്. അതിന് കിന്നരോത്ത് തടാകം, ഗന്നേസരത്ത് തടാകം എന്നൊക്കെ പേരുണ്ട്. അതിന് തിബേരിയാസ് കടൽ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ 12 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ കൊച്ചു തടാകത്തിന്റെ തീരത്ത് യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഉപമകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, പ്രബോധനങ്ങളിൽ ഒരുപാട് ആളുകൾ മുൻപോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ കർത്താവായ യേശു വളരെ 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 തിരക്കിലായിരുന്നു. ആ തിരക്ക് പിടിച്ച ഓട്ടത്തിനടുത്ത് സന്ധ്യയായപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ഇത്രയാണ്, എന്റെ സഹോദരങ്ങളെ, എല്ലാം കൊണ്ടും നല്ലത് യേശുക്രിസ്തുവിന് രാവിലെ പോകുന്നതാണ്. കാരണം ക്ഷീണിച്ച ശരീരമുള്ള കർത്താവ്, ശിഷ്യന്മാര് ക്ഷീണിച്ചവർ, എല്ലാം കൊണ്ടും നല്ലത് രാവിലെ പോകുന്ന. പക്ഷെ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്റെ ചോദ്യം, എന്തിനാണ് യേശുക്രിസ്തു തടാകത്തിന്റെ അക്കരയ്ക്ക് അപ്പോൾ തന്നെ പോകാനായി തീരുമാനിച്ചത്? ചോദ്യം, അതിന് ഉത്തരം ഏറ്റവും ഒടുവിൽ പറയാം. അവർ അവനെ ഇരുന്നവാണെ പടകിൽ കൊണ്ടുപോയി. നമ്മൾ കാണുന്നത് മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു എവിടെ പോയാലും പുറകെ പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവിടെ ചെറുപടകുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതിന്റെ അർത്ഥം കർത്താവ് പോകുന്നിടത്തൊക്കെ ഈ ചെറുപടകുകൾ ഉണ്ടായിരുന്നു. പക്ഷെ യേശു അക്കരെ എത്തിയപ്പോൾ ഇതൊന്നും ഉള്ളതായിട്ട് അവിടെ നമ്മൾ കാണുന്നില്ല. അതിന്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് അവരൊക്കെ പുറകോട്ട് പോയി. സഹോദരങ്ങളെ, നമ്മളൊക്കെ വിശ്വാസ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ മുൻപോട്ട് പോകാനുള്ളതിനേക്കാളും അധികം കാരണങ്ങൾ പുറകോട്ട് പോകാനുണ്ടാകും. പക്ഷെ നമ്മൾ ആരും പുറകോട്ട് പോകരുത്. മനസ്സുകൊണ്ട് പോലും നമ്മൾ പുറകോട്ട് പോകരുത്. ഞാനൊരു കത്തോലിക്കനായിരുന്നു. 1987 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ മുൻപോട്ട് പോകാനുള്ളതിനേക്കാൾ കൂടുതൽ കാരണങ്ങൾ പുറകോട്ട് പോകാനുണ്ടായിരുന്നു. നമുക്കൊക്കെ അങ്ങനെയാ. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇറങ്ങിയ കാലം നമ്മൾ ഓർക്കണം. അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചു. നമ്മുടെ അമ്മച്ചിമാർ ചെറുപ്പക്കാരികളായ കൈക്കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരുന്ന സാഹചര്യം വന്നപ്പോൾ വല്യമ്മമാരൊക്കെ ചോദിച്ചു, നിന്റെ മക്കളെ ആരാടി പഠിപ്പിക്കുന്നത്? ആരാടി നിന്റെ മക്കളെ കെട്ടിക്കൊണ്ടു പോകുന്നത്? ഇതുങ്ങളെ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചാടി ഇറങ്ങിയേ എന്നൊക്കെ ചോദിച്ചിട്ടും നമ്മുടെ അമ്മമാര് പതറിയില്ല. അവര് പറഞ്ഞു, കർത്താവ് നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആ കർത്താവ് നടത്തിയില്ലേ? നടത്തി. ആ ചോദിച്ചവരുടെ തലമുറകളെക്കാൾ ഈ പറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി നാണം കെട്ടതെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ആ പരിഹാസപാത്രങ്ങളായവർ രക്ഷപ്പെട്ടു. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അതാ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. പുറകോട്ട് പോകാത്തവരെ ദൈവം തന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയേ, അബ്രഹാമിന്റെ യാത്ര. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. അബ്രഹാമിന്റെ ബന്ധുക്കൾ ഓർത്തത് ഇവനെ പോലൊരു ഫോഷൻ വേറെ ഇല്ലെന്നാ. കാരണം ഉണ്ടല്ലോ, അക്കാലത്തെ ഏറ്റവും നല്ല സിവിലൈസേഷൻ, നാഗരികതയുള്ള സ്ഥലം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളുടെ ഇടയിലുള്ള ഈ മെസപ്പൊട്ടോമിയയിലുള്ള സുമേറിയൻ സംസ്കാരത്തിന്റെ ഉന്നതി, അക്കാലത്തുള്ള ഏറ്റവും ടോപ്പ് ലെവൽ പരിഷ്കാരങ്ങളുള്ള ആ സ്ഥലത്തുനിന്ന് ആരോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ട് ചെറങ്ങിപ്പോവുകയാണ്. അബ്രഹാമിനോട് ചോദിച്ചു കാണും, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവം എന്നെ ഒരു സ്ഥലം കാണിക്കും, ആ സ്ഥലത്തേക്ക് പോകാനാണ് എന്നോട് ദൈവം പറഞ്ഞത്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. അവര് ഉറക്കെ ചിരിച്ചു കാണും. ഇവരെ പോലൊരു ഫോഷൻ വേറെയില്ല. അബ്രഹാമിന്റെ യാത്ര തികഞ്ഞ പരാജയമായിട്ടാണ് അവന്റെ ബന്ധുക്കളൊക്കെ വിലയിരുത്തിയത്. പക്ഷേ ചരിത്രം പഠിപ്പിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നമ്മുടെ ദൈവം ആർക്കും കണക്കാരനല്ല. ഇറങ്ങിപ്പോയ അപ്പച്ചന്മാരുടെ, അമ്മച്ചിമാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ. ആ വലിയ പള്ളിയിലില്ലാത്ത ദൈവകൃപ, ആ വലിയ പള്ളിയിലില്ലാത്ത വേദവിദ്യാഭ്യാസം, ആ വലിയ പള്ളിയിലില്ലാത്ത ദൈവികമായ അനുഗ്രഹങ്ങൾ ആ കൊച്ചു ഷെഡുകളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ അവരൊക്കെ ഇറങ്ങിപ്പോകുന്നത്.
അവരെയൊക്കെ സമ്മതിക്കണം സഹോദരങ്ങളെ. ഇന്നൊരാൾ വിശ്വാസത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അക്കാലത്ത് ആരുമില്ല, അവര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെക്കാളും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന വേറെ ചിലർ കണ്ടേക്കാം. അതുപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവര് ഇന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്നങ്ങനല്ല, വളരെ ദരിദ്ര മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും കർത്താവിന്റെ ഭാഗത്ത് വന്നത്. അങ്ങനെ ഇറങ്ങിപ്പോന്ന പ്രബല കുടുംബങ്ങളിലുള്ളവര് അത് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ലജ്ജിതരാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തതെന്നാന്നറിയാമോ? അവര് പറഞ്ഞു, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കാലങ്ങൾ പിന്നിട്ടു, വർഷങ്ങൾ പിന്നിട്ടു, ദശാബ്ദങ്ങൾ ശതാബ്ദിക്ക് വഴിമാറിയപ്പോൾ സംഭവിച്ചത് ഇന്ന് വലിയ കൂട്ടമായിട്ട് ദൈവസഭ മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പുറകെ പോകുന്നവർ പുറകോട്ട് പോകാതിരുന്നാൽ ദൈവം നിശ്ചയമായും അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും നാം പുറകോട്ട് പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴേ അവിടെ വളരെ സുന്ദരമായ കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മോശയുടെ ജീവിതത്തിൽ മോശ കൊട്ടാരത്തിലാണ് വളർന്നത്. എല്ലാ സുഖവും അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. അക്കാലത്തെ നാഗരികതകളിൽ ഈജിപ്ഷ്യൻ നാഗരികതയും എന്ന് പറഞ്ഞാൽ നൈൽ നദീതട സംസ്കാരം എന്ന് പറയുന്ന ആ സാംസ്കാരികതയുടെ ഒരു പൂർണ്ണതയുള്ള സ്ഥലമായിരുന്നു ഈജിപ്ത്. വിദ്യാഭ്യാസപരമായും വൈദ്യശാസ്ത്ര രംഗത്തുമൊക്കെ അക്കാലത്ത് ഉന്നതി പ്രാപിച്ച രാജ്യമായിരുന്നു. അന്ന് 5000 കൊല്ലം മുമ്പുണ്ടാക്കിയ പിരമിഡുകളൊക്കെ ഇന്നും കേടുകൂടാതിരിക്കുന്നു. ഈ കല്ലൊക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് കയറ്റി എന്ന് ചിന്തിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന മലയാളി തിരിച്ചു വരുമ്പോൾ മഹാത്ഭുതം എന്ന് പറഞ്ഞു പോരുന്ന ആ സാങ്കേതിക വിദ്യ പോലും ഉണ്ടാക്കിയ ആളുകളായിരുന്നു അവര്. അത്രേ സമ്പന്നതയുടെ നടുക്കാ മോശ ചെന്നത്. പക്ഷേ മോശയുടെ അകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? മോശയെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. ആരാന്ന് നിങ്ങൾക്കറിയാം? ആരാ? മോശയുടെ അമ്മ. മോശയുടെ അമ്മ കൊട്ടാരത്തിൽ മോശയുടെ പരിചാരികയായി വന്നു. പക്ഷെ യഥാർത്ഥ അമ്മയായിരുന്നു. അതുകൊണ്ട് ഫറവോന്റെ പുത്രി കേൾക്കാതെ, ഈ കൊട്ടാര ജീവനക്കാർ കേൾക്കാതെ ഈ അമ്മ ഈ കുഞ്ഞിനെ വളർത്തുമ്പോൾ, അവനെ പരിചരിക്കുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകും, ഈ ജനമല്ല മോനെ നിന്റെ ജനം സർവശക്തനായ ദൈവത്തിന്റെ ജനമായ ഗോശൻ ദേശത്ത് പാർക്കുന്ന ആ പാവപ്പെട്ട ജനമാണ്. ഇവരുടെ ദൈവമല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം ആരാന്നറിയാമോ? നിന്റെ ദൈവം യഹോവയാണ്. നിന്റെ ദൈവം ആരാണെന്നറിയാമോ? നിന്റെ ദൈവം യാഹ്വേ, നിന്റെ ദൈവം ഏലോഹീം, നിന്റെ ദൈവം എൽശദായി. ഇവിടെയുള്ള നിമ്രോദോ കാളക്കുട്ടിയോ ഇതൊന്നുമല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം സർവശക്തനാ. ഇത് മോശയുടെ അകത്തേക്ക്, കൊച്ചു പ്രായത്തിനകത്തേക്ക് കയറി കത്തി കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ മോശയെ മാടി വിളിച്ചു. എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ, ബാക്കി പറഞ്ഞേ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തെരഞ്ഞെടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മോശ ഈജിപ്തിന്റെ ഒരു ഭരണാധികാരി ആയിട്ടായിരുന്നു മോശ മരിച്ചതെങ്കിൽ മോശ അടക്കുന്ന എവിടാന്നറിയാമോ? വലിയ പിരമിഡുകളിൽ അടക്കം ചെയ്ത് ഇന്ന് അവിടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും മോശ അടക്കിയ ശവകുടീരം. തുത്തലാമന്റെയും രമേശസ് രണ്ടാമന്റെയും ഒക്കെ ശവകുടീരങ്ങളുള്ള ഈജിപ്തിൽ വലിയ പ്രഗത്ഭമതിയായ ഭരണാധികാരിയായ യഹൂദനായ മോശയുടെ ശവകുടീരവും കണ്ടേക്കാം. എന്നാൽ സർവശക്തനായ കർത്താവിന് വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെച്ചേച്ച് പുറകോട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞേച്ച് സിംഹാസനത്തിന്റെ തിളക്കവും സ്വർണ്ണ ചെങ്കോരത്തിന്റെ തിളക്കവും ഒക്കെ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് കർത്താവിന് വേണ്ടി മരുഭൂമിയിലേക്ക് തന്റെ ജനത്തോടൊപ്പം ഇറങ്ങിയ മോശയെ അടക്കാൻ നേരത്ത് രാജാക്കന്മാരല്ല വന്നത്, ചക്രവർത്തിമാർ വന്നേനെ, അവരല്ല വന്നത്. പിന്നെ ആരാന്നറിയാമോ? ലോക സാമ്രാജ്യങ്ങളുടെ ഉടമസ്ഥനും ലോകൈക രാജാവും കർത്താവുമായ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അടക്കി. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും കർത്താവിന് സ്തോത്രം ചെയ്യും. നിങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ടിരിക്കുവായതുകൊണ്ട് നിങ്ങൾക്ക് സ്തോത്രം പോലും പറയാൻ പറ്റുന്നില്ല, മറന്നുപോയത്. ഉറക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ സഹോദരങ്ങളെ, അവരുടെയൊക്കെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മളൊക്കെ ആരാന്നാ പറയുന്നത്?
എക്സാകൃതിയിലുള്ള കുരിശിൽ തറച്ച അന്ത്രയോസിനെ കൊന്നത്, പത്രോസിനെ തലകീഴായി കുരിശിൽ തറച്ചു. പൗലോസിനെ ഇതുപോലുള്ളൊരു പുൾപിറ്റ് പോലെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അന്ത്രയോസിനെ എക്സാകൃതിയിലുള്ള കുരിശിൽ തറച്ചു. ബർത്തലോമിയെ ചരട് നിറഞ്ഞ വഴിയിലൂടെ വലിച്ചു കൊണ്ടുപോയി അർമേനിയയിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, അവരൊക്കെ ഇതുപോലുള്ള പീഡനങ്ങൾ വന്നിട്ടും അവർ ഉറച്ചു നിന്നു. നമ്മൾ പറയുന്ന ഭയങ്കര പ്രതികൂലമാണ്. അവരൊക്കെ അനുഭവിച്ചതുമായി വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ല സഹോദരങ്ങളെ. നമുക്കുള്ള പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളേ അല്ല. ഒരു അന്ധനും ചെകിട് കേൾക്കാത്തവനുമായ ഒരു വിശ്വാസിയെയും അതുപോലെ മുടന്തനുമായ കാല് വയ്യാത്തൊരു സഹോദരനെയും ചക്രവർത്തിയുടെ ഭടന്മാർ പിടിച്ചു. അവർ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ ഈ ചെവി കേൾക്കാൻ വയ്യാത്ത, കണ്ണു കാണാൻ വയ്യാത്ത സഹോദരൻ ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ മുഴക്കം കേൾക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ദൂരെയാണ് വിധി നടക്കുന്നത്, വിധി വാചകങ്ങൾ പ്രസ്താവിക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം മറ്റേ ആളോട് ചോദിച്ചു, സ്നേഹിത, എന്താണ് അവിടെ സംഭവിക്കുന്നത്? കണ്ണു കാണാൻ വയ്യാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത ആൾക്കൊന്നും തിരിയാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെവി ചോദിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്? അപ്പോൾ മുടന്തനായ ചെറുപ്പക്കാരന് കണ്ണും കാണാൻ, ചെവി കേൾക്കാം, സംസാരിക്കുകയും ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, സ്നേഹിത, നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണെന്ന് അവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല സഹോദരങ്ങളെ. അവർ പറയാണ്, നാം സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണെന്നാണ് അവര് പറയുന്നതെന്ന്. അതിന്റെ അർത്ഥം രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കും. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ആ കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആ വിശുദ്ധന്മാർ നിമിഷങ്ങൾക്കുള്ളിൽ തേജോരൂപികളായി പുതിയ ശരീരത്തോടെ, ന്യൂനതകളില്ലാത്ത പുതിയ ശരീരത്തോടെ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേക്കാൻ വേണ്ടി പോകും. ആ തീയുടെ മുമ്പിൽ, ആ അലറി വരുന്ന സിംഹങ്ങളുടെ മുമ്പിൽ ഒന്നും പതറാത്ത ദൈവമക്കൾ നാമും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ആരും പുറകോട്ട് പോകരുത്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഈ പടകിൽ അവരെ കൊണ്ടുപോയി ആ വലിയ ചുഴലിക്കാറ്റും പ്രതിസന്ധികളുണ്ടാകാത്ത ഭക്തന്മാർ ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇയ്യോബ് എന്ന ചരിത്ര പുരുഷൻ വയനാട്ടിൽ കർഷക ആത്മഹത്യ നടന്ന വീടുകളിലെ കുറെ കുഞ്ഞുങ്ങളെ 15 വർഷം ഞങ്ങൾ എടുത്ത് പഠിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചു. ശശിപാസ് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു. ഒരു കൊച്ചു വാടക വീട്ടിൽ ആദ്യം തുടങ്ങിയത്. സഹോദരങ്ങളെ, ആ സമയത്ത് ഞാൻ ലഘുലേഖ എഴുതി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതിൽ ഞാൻ ഇയ്യോബിന്റെ ചരിത്രം എഴുതിയത്. ലോകത്തിൽ ആത്മഹത്യയാണ് പരിഹാരമെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ BC 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷനായ ജോബ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ടല്ലോ, അയാൾക്കായിരുന്നു ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും യോഗ്യത ഉണ്ടായിരുന്നത്. കാരണം സമ്പത്ത് മുഴുവൻ പോയി. 10 മക്കളുടെ ചേതനയേറ്റ ശവശരീരം വിശാലമായി വീട്ടുമുറ്റത്തിങ്ങനെ നിരത്തി വെച്ചപ്പോഴും, അവരെ അടക്കാൻ വേണ്ടി പരിചാരകർ എടുത്തുകൊണ്ടുപോയപ്പോഴും ആ അപ്പൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ എടുത്തു, യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുപോലുള്ള വിശ്വാസം ലോകത്തിൽ എവിടെ കാണാൻ പറ്റും സഹോദരങ്ങളെ? കുറച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ഒരു അസ്വസ്ഥത, വടുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. അക്കാലത്ത് ചികിത്സയില്ലാത്ത കരിങ്കുഷ്ഠം പോലുള്ള അസുഖം ബാധിച്ച് ചുരുണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യ പോലും പറഞ്ഞു, പ്രതീക്ഷയറ്റ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അവസാനിപ്പിക്കുക. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. ആ മനുഷ്യന്റെ അന്തരാത്മാവിൽ കൂട്ടുകാർ നിന്ദിച്ചു, മറ്റുള്ളവർ കുറ്റപ്പെടുത്തി, വല്ലാതെ കുത്തി മുറിവേൽപ്പിച്ചു. അപ്പോഴും ആ ഭക്തൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് ഏത് മനുഷ്യനെയും ത്രസിപ്പിക്കുന്ന ഒന്നാണ്. അതൊക്കെ ഞാൻ ആ ലഘുലേഖയിൽ എഴുതിയത്. എന്റെ വീണ്ടെടുപ്പുകാരൻ, ബാക്കി പറയാവോ നിങ്ങൾക്ക് ആർക്കേലും? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നെന്നും അവനൊടുവിൽ ഈ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അന്യന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ പ്രത്യാശ പഴയ നിയമഭക്തനായ ഇയ്യോബിന്റെ കാലത്ത് ഉണ്ടായത് ചിന്തിക്കണം. പുതിയ നിയമ വെളിച്ചം അദ്ദേഹത്തിന് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഈ വെളിച്ചം കിട്ടിയ ഭക്തൻ, അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ലോകത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളൊക്കെ അങ്ങനെ വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാ. ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ട്, കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര വലിയവനാണ്, വിശ്വസ്തനാണ്. അപ്പോൾ ഇവിടെ കർത്താവുമായി ഇവർ സഞ്ചരിക്കവേ സംഭവിച്ചത്,
വലിയ ചുഴലിക്കാറ്റുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. യേശുക്രിസ്തു പടകിൽ ഉറങ്ങിപ്പോയി. എന്തുകൊണ്ടാ കർത്താവ് ഉറങ്ങിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ മനുഷ്യനായി വന്നതുകൊണ്ടാണ്. നമ്മുടെ ആളുകൾ സഭായോഗത്തിന് ഇങ്ങനെ ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. ഒരുപാട് ദൈവത്തെ ആരാധിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവും, പിന്നെ ഒരു സമാധാനവും, വീട്ടിൽ കിട്ടാത്ത ഒരു ആനന്ദവും സമാധാനവും സന്തോഷവും ഒക്കെ സഭാകൂടി വരുമ്പോൾ തന്നെ നിദ്ര വഴുതി നമ്മുടെ കൺപോളകളെ അടച്ചു കളയും. അങ്ങനെയാണ് പലരും. യോഗം തീർന്നിട്ടും തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് പോകുന്നവരും ആർക്കാണ്ട് കർത്തൃമേശ തട്ടി വിളിച്ചു കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. കഴിക്കുന്നത് കർത്തൃമേശ വന്നെന്ന്. അതൊന്നും എന്തായാലും വേണ്ട കേട്ടോ, പുള്ളി ഉറങ്ങട്ടെ ഏതായാലും. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ യേശു ഉറങ്ങാൻ കാരണം എന്നാ? യേശുക്രിസ്തു ഉറങ്ങാൻ കാരണം അവൻ മനുഷ്യനായിട്ട് വന്നവനാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് അറിയാത്ത ഒറ്റ പ്രശ്നവും നമുക്കുണ്ടാവത്തില്ല. എന്താ കാരണം എന്നറിയോ? കർത്താവേ, എനിക്ക് ഭയങ്കര കൈവേദനയാണ് എന്നൊരു ഭക്തൻ പറഞ്ഞ, മോനെ കൈവേദന എന്താ എന്ന് കർത്താവ് ചോദിക്കുകയില്ല. കാലുവേദനയാണ്, എനിക്ക് ബാക്ക് പെയിനാണ്, എനിക്ക് തലയ്ക്ക് വേദനയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും ചോദിക്കുകയില്ല അത് എന്നാന്നുള്ളത്. എന്താ കാരണം എന്നറിയാമോ? കുരിശിന്മേൽ മരത്തോടാണികളാൽ ചേർത്തടിക്കപ്പെട്ടവന്റെ ശരീരഭാരം മുഴുവൻ, 33 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ശരീരഭാരം മുഴുവൻ കൈകളിലും കാലുകളിലും തൂങ്ങിക്കിടന്നപ്പോൾ കാലുവേദന എന്താണെന്ന് ആ കർത്താവിനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട, അവനത് അനുഭവിച്ചിട്ടുണ്ട്. മുൾക്കിരീടധാരിയായി കുരിശിൽ കയറിയവന് ശിരസിന്റെ വേദന അറിയാം, ബാക്ക് മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടവന് ബാക്ക് പെയിൻ അറിയാം. എൻ്റെ നട്ടലിന് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ്. 2 പ്രാവശ്യം ഞാൻ 6 മാസം കിടപ്പിലായി. ശശിപാസ്റ്റൊക്കെ അറിയാം, അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരെല്ലാം എന്നെ ഉത്ബോധിപ്പിക്കും, എഴുന്നേക്കും, കർത്താവ് സൗഖ്യമാക്കും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളും പറയാറുള്ളത്. പക്ഷേ എപ്പോൾ എഴുന്നേക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അവരവർക്കൊരു വിഷമം വരുമ്പോണ്ടല്ലോ നമ്മൾ തളർന്നു പോകും സഹോദരങ്ങളെ. നമ്മൾ എത്ര മിടുക്കരാന്ന് പറഞ്ഞാലും അവരവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ചെറിയാമ്പുള്ള ഭാഷ ഒരു ബുദ്ധിമുട്ട് പോകാൻ പറയും, ഭാഷ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളല്ലേ കൂടുള്ളതെന്നൊക്കെ പറയും. ഏതാ ഈ ആളുകളൊക്കെ പറയും. പണ്ടൊരു ഭാഷ പറഞ്ഞ്, നിങ്ങളൊക്കെ ഉള്ളതാ എൻ്റെ പ്രശ്നം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേടിപ്പീരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതുപോലല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തും. പക്ഷേ അവരവർക്ക് വരുമ്പോൾ നമ്മൾ നടന്നു. ഞാൻ നടന്നുപോയി കേട്ടോ, സത്യമായിട്ട് ഞാൻ നടന്നുപോയി. പക്ഷേ സർജറിയൊക്കെ ചെയ്ത് ഞാൻ എഴുന്നേറ്റിപ്പോൾ നടക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപ. ഞാൻ പറഞ്ഞത്, ഈ ബാക്ക് പെയിൻ എന്നാന്നുള്ളത് എനിക്കറിയാം. ഞാൻ എൻ്റെ അപ്പച്ചനോട് പറയും, കർത്താവേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ, എൻ്റെ കാലിലോട്ട് താഴോട്ട് വേദന ഇറങ്ങിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ബാത്റൂം, ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ലാതെ അങ്ങ് ദൂരെ ഒരു സ്ഥലത്താണ്, പാർസനേജിൻ്റെ പുറകില് കുഴിക്കക്കൂസ് എന്നൊക്കെ പറയും. 10 വർഷം ഞങ്ങളവിടെ താമസിച്ചു. കാട്ടിക്കുളം എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു കുഗ്രാമമായിരുന്നു. ഞാൻ പറഞ്ഞതെന്നറിയാമോ? കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് ഭയങ്കര കാലുവേദനയാണെന്ന് പറഞ്ഞാൽ കർത്താവ് മോനെ എനിക്കത് അറിയാം കാലുവേദന. ഒരു ദൈവവേദന പറയും, കർത്താവേ വിശക്കുന്നു, കർത്താവേ ഞാൻ ഒത്തിരി ദിവസമായി ആഹാരം കഴിച്ചിട്ടെന്ന് പറയുമ്പോൾ, മോനെ വിശപ്പെന്താ എന്ന് ചോദിക്കുകയല്ല കർത്താവ്. ഇന്നത്തെ ചില ആളുകളോട്, പിള്ളേരോടൊക്കെ വാട്ട് ഈസ് ഹംഗ്രി എന്ന് ചോദിച്ചാൽ, ഹംഗറി ഈസ് എ കൺട്രി എന്ന് പറയും അവര്. കാരണം വിശപ്പ് അറിഞ്ഞുകൂടെ അവർക്ക്. ഇന്ന് ചിലർക്കൊക്കെ അറിയാം കേട്ടോ, അവർ ഉണ്ടെങ്കിലും കഴിക്കാതെ നടക്കും, അങ്ങനെ വിശപ്പ് നടക്കുന്നവരുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞത്, പെസഹായ്ക്ക് അല്പം ആഹാരം കഴിച്ച ശേഷം യേശു പിടഞ്ഞ് മരിക്കുന്നവരെ വയറ് കാലിയായിരുന്നു. അപ്പോൾ യേശുവിനറിയാം വിശപ്പ്. രക്തം വാർന്നൊഴുകിപ്പോയവന് രക്തം ധാരധാരയായി ഒഴുകിപ്പോയത് കൊണ്ടുള്ള കഠിനമായ ദാഹം ക്രിസ്തുവിനുണ്ടായിരുന്നു. അതാ യേശു ദാഹിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞ്. അപ്പൊ നമ്മൾ ഓർക്കണം, ദാഹമറിയാം, വിശപ്പറിയാം, വേദന അറിയാം, നമ്മുടെ ഫീലിംഗ് അറിയാം. ഇതുപോലൊരു ദൈവം വേറെ ഉണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ! നമ്മുടെ കർത്താവിനെ പോലെ ഇതുപോലെ നല്ല ഒരു ദൈവം, കർത്താവ് വേറെ ഉണ്ടോ? എവിടെയോ സിംഹാസനത്തിൽ ഇരുന്ന് മനുഷ്യനുമായി ഒരു ബന്ധമില്ലാതെ ആജ്ഞകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമല്ല, മനുഷ്യരോട് കൂടെ, നമ്മളോട് കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞ് ഒരു കർത്താവ്. ആ കർത്താവ് നമ്മുടെ രക്ഷകനാണെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് പറയും, മോനെ നീ പേടിക്കണ്ട, മകളെ നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ലോകം മുഴുവൻ നിലവിളിക്ക് മുമ്പിൽ ചെവി അടച്ചു കളയുമ്പോൾ നിന്റെ നിലവിളി ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കിടക്കക്കരിയിൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. വൈദ്യശാസ്ത്രം പല രേഖകളും എഴുതും കേട്ടോ, അതൊക്കെ ശരിയാ. നമ്മളിവിടെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
അതൊക്കെ സത്യമാ. നിഗമനങ്ങളൊക്കെ ശരിയാണ്, അതൊന്നും തെറ്റല്ല. പക്ഷേ നിഗമനങ്ങൾ എഴുതിയത് മനുഷ്യ ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ സയൻസിന്റെ കണ്ടുപിടുത്തത്തിന്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ പരിമിതികളില്ലാത്ത അപരിമേയനായ ഒരാൾ ഉയരത്തിലുണ്ട്. ഉയരത്തിൽ അപരിമേയനായ ആള് ഇറങ്ങി വന്നിട്ട് ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മെഡിക്കൽ രേഖയിലോട്ട് കണ്ണോടിക്കുമ്പോൾ ആ രേഖ തന്റെ വിരലുകൊണ്ട് തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ വിരലൊരിക്കൽ മോശയുടെ കയ്യിലുള്ള കൽപ്പലകയിൽ ഈ കൽപ്പന എഴുതി കൊടുത്തെങ്കിൽ ബേൽഷസ്സറിന്റെ ഭിത്തിയിൽ എഴുതി അവന്റെ നിർണയം, അവന്റെ ജീവകാലത്തിന് നിർണയം കുറിച്ചെങ്കിൽ ആ വിരലിന് നമ്മുടെ ജീവിതത്തെ നീട്ടിത്തരാനും സാധിക്കും. സഹോദരങ്ങളെ, വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് നാളെ മരിക്കുമെന്നും 6 മാസം കഴിഞ്ഞ് മരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് വിധി എഴുതിയ എത്രയോ ആളുകള് ഇന്നും 10, 20, 25 വർഷമായി നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ വരുത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അന്തിമമായി എഴുതുന്ന ഒരു വിരല് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിരല് തന്നെയാണ്. സഹോദരങ്ങളെ, സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ വല്ലാതെ വിഷമിച്ചു. അവർ അവനെ വിളിച്ചുകൊടുത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. യേശുവിനോട് ഒറ്റ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ തീരുമ്പോഴാണ്. നിങ്ങളൊക്കെ അത് ചെയ്തവരാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. സഹോദരങ്ങളെ, ഓർക്കേണ്ട കാര്യം, ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്ന വചനങ്ങൾ, നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. കർത്താവേ, എനിക്ക് വേറെ ഒന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല. അതൊക്കെ സബ്ജക്റ്റ് ആണ്, പക്ഷെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അതല്ല. ഞാൻ എടുത്ത പുസ്തകം എൻ്റെ മക്കൾ എടുക്കണം. ഞാൻ പറയുന്ന കർത്താവിനെ കുറിച്ച് അവരും പറയണം. അതിന് ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവയെ, ഞാൻ നിന്റെ, യഹോവയായ കർത്താവേ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. യഹോവയായ കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്ന വചനങ്ങൾ നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, അവരുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകയില്ല. ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. വലിയ വീടോ കാറോ അല്ലെ ജീവിത സൗകര്യങ്ങളോ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല, അത് നമുക്ക് ലോകത്തിൽ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും കിടയറ്റ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ തലമുറകളിൽ നിന്ന്, അവരുടെ അധരങ്ങളിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരു നാളും നീങ്ങിപ്പോയില്ല എന്നുള്ള വാഗ്ദത്തമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പ്രായമായി കഴിഞ്ഞപ്പോൾ, മാന്യ നായികയാരേ, നിന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, ബാക്കി പറഞ്ഞേ, എന്നതിനേക്കാൾ സന്തോഷിക്കാൻ എന്തുണ്ടെന്നാ ചോദിച്ചത്. നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിൽ അവർ യേശുവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. നമുക്ക് ആരെയൊക്കെ കുത്തി മുറിവേൽപ്പിക്കുകയും പലപ്പോഴും. അപ്പൊ നമ്മൾ അവരോട് ഒത്തിരി വർത്താനം പറയാൻ നിൽക്കാതെ ആ മുറിവിൽ നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഒരു ചിന്തകം പറഞ്ഞെന്നറിയോ, ഡു നോട്ട് മിസ് യുവർ സോറോസ്. നമ്മുടെ ദുഃഖങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ആ ദുഃഖം നമ്മൾ മുതലാക്കണം. യബ്ബേസ് നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ച പോലെ. അവന്റെ ജന്മം ഒരു നീച ജന്മമായിരുന്നു. എല്ലാവരും അവനെ വ്യസനപുത്രൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവൻ നെഞ്ചുപൊട്ടി അങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവ്, ഇവരൊക്കെ പറയുന്ന കേട്ടോ, ഒറ്റ പ്രാർത്ഥന. ദൈവം അവന്റെ കൈ അങ്ങോട്ട് വെച്ചു. മുമ്പ് കൈ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഭാരമായിരുന്നു. കൈ എടുത്തേച്ച് വെച്ചപ്പോൾ ഭയങ്കര അനുഗ്രഹം. അവൻ പറഞ്ഞു, കർത്താവ് അവനെ അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നെഞ്ചുപൊട്ടി നമ്മൾ പ്രാർത്ഥിച്ചാ ഉണ്ടല്ലോ, മറ്റുള്ളവർ കുത്തി പറയുമ്പോൾ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചാ ഉണ്ടല്ലോ, ജീവിതം മാറ്റുന്ന ഒരാളാ ഉയരത്തിലുള്ളത്. അന്നയുടെയും പെനീനയുടെയും ചരിത്രം നമുക്കറിയാം. ശമൂവേലിന് ജന്മം കൊടുക്കാൻ കാരണമായി ഭവിച്ചത് ആ നിന്നയാണെന്നുള്ളത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ, നെഞ്ചുപൊട്ടി ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ മധ്യത്തിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര് മോനിക്ക എന്നായിരുന്നു. ബിഷപ്പ് ഓഫ് ഹിപ്പോ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ആ ചരിത്രം ഇങ്ങനെ തുടരുന്നു. അമ്മച്ചി വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോനെ വല്ലാതെ വഴിതെറ്റിപ്പോയല്ലോ. അപ്പൊ പാസ്റ്റർ അംബ്രോസ് പറഞ്ഞു, മോനിക്ക, നീ ഒത്തിരി കണ്ണീരൊഴുക്കിയല്ലേ, എങ്ങും പോകത്തില്ല. അവൻ പൂന്തോട്ടത്തിൽ ചെടികൾ നനച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മാർവിടത്തിലേക്ക് ഒരു ശബ്ദം വന്നു. ആ ശബ്ദം എങ്ങനെയാ? പോവുക,
യോഹന്നാന്റെ സുവിശേഷം വായിക്കുക. അവനെ തട്ടിക്കളഞ്ഞു. രണ്ടാമതും ആ ശബ്ദം കേട്ടപ്പോൾ അവൻ പോയി യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിന് രൂപാന്തരത്തിന് കാരണമായി മാറി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബിഷപ്പ് അംബ്രോസ് ഹിപ്പോയിലെ ബിഷപ്പായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമായി വല്ലാതായ സമയത്ത് പുതിയതായിട്ടൊരു പാസ്റ്ററെ വേണം ആ പള്ളിയിൽ. ആരാന്നറിയാമോ? ഈ മോനിക്ക അമ്മച്ചിയുടെ മകനായ മാനസാന്തരപ്പെട്ട ആ ചെറുപ്പക്കാരനെ ആക്കി അവിടെ. അവൻ്റെ പേരാണ് സെയിന്റ് അഗസ്റ്റിൻ. 1000 പ്രസംഗം ഉണ്ടായിരുന്നു. 1000 പ്രസംഗം. എനിക്കും ചെറിയ പള്ള പാസ്സൊക്കെ 100 പ്രസംഗം കണ്ടേക്കാൻ ചിലപ്പോൾ. ഞങ്ങൾ തിരിച്ചും മറിച്ചും പകുതി വെച്ച് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒക്കെ പറയും. വിശ്വാസികളായവരെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അവരിവിടുന്ന് കേൾക്കുന്നു, ഇവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ എങ്ങനെ പറഞ്ഞാലും കുറച്ച് ആരെങ്കിലും ഒരാളിക്ക് എടാ ഇത് പണ്ടങ്ങാണ്ട് പാസ് പറഞ്ഞു, പാസ് പറഞ്ഞൊന്നുമല്ല, അത് പുതുതായിട്ടങ്ങാണ്ട് കൂടി പറഞ്ഞ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ അഗസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 1000 പ്രസംഗം അറിയായിരുന്നു. 1000 പ്രസംഗം ഉണ്ടാക്കണേലേ 10,000 മണിക്കൂർ ദൈവത്തിന് മുമ്പ് ഇരിക്കണം. നിങ്ങൾ ഓർക്കരുത്, ഈസിയാന്ന്. 10,000 മണിക്കൂർ എന്നാലേ അതുപോലെ ഒരു ഭക്തനെ രൂപപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞതറിയാവോ? ഒരമ്മയുടെ അടർന്നു വീഴുന്ന കണ്ണുനീർ തുരുത്തിയിലിങ്ങനെ പിടിച്ചിട്ട് മോനിക്ക നിന്റെ കണ്ണുനീർ ഒരിക്കലും പാഴാകത്തില്ലെന്ന് പറഞ്ഞ ആ ദൈവദാസന്റെ വാക്കുകൾ അതുപോലെ സംഭവിച്ചെങ്കിൽ, ഹിപ്പോയ്ക്ക് ഒരു വിശുദ്ധനെ ലഭിച്ചെങ്കിൽ, സെയിന്റ് അഗസ്റ്റിൻ ലോകപ്രസിദ്ധനായ വിശുദ്ധനായ അദ്ദേഹത്തിന്റെ 1000 കൊട്ടേഷൻസുകൾ തന്നെയുണ്ട്. പ്രസിദ്ധമായ കൊട്ടേഷൻ. നമ്മൾ ഓർക്കുക, കണ്ണുനീരിന് മാറിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ദൈവഗത പ്രകാരമുള്ള കാര്യത്തിനാണ് നമ്മൾ കരയുന്നതെങ്കിൽ ആ കണ്ണുനീര് കണ്ട് കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അകാരണമായ കാര്യത്തിൽ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല. അത് ദൈവഗത പ്രകാരമുള്ള കണ്ണുനീരല്ല. അതുകൊണ്ട് ഒത്തിരി സംഭവങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്. പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് പറഞ്ഞു, അടങ്ങുക, അനങ്ങാതിരിക്കുക. കർത്താവ് പറഞ്ഞപ്പോൾ സംഭവിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഈ വെള്ളത്തെ ഉണ്ടാക്കിയ ശബ്ദമായിരുന്നു ഇത്. ഭൂമിയിലുള്ള വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ കർത്താവ് കൽപ്പിച്ചപ്പോൾ വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അപ്പൊ വെള്ളത്തിന് ഈ ശബ്ദം അറിയാം. ഈ വെള്ളം ഒച്ച വെച്ച് ബഹളം വെച്ചപ്പോൾ, കാറ്റ് ഒച്ച വെച്ച് ബഹളം വെച്ചപ്പോൾ, അടിച്ചു വന്നപ്പോൾ കാറ്റ് പെട്ടെന്ന് പറഞ്ഞു എന്നാന്നറിയാമോ? ഈ കാറ്റ് കാതോർത്തപ്പോൾ ഈ ശബ്ദം പരിചയമുള്ളതാണ്. ആ പരിചയമുള്ള ശബ്ദത്തിന് കാതോർത്തു. വെള്ളത്തിന് കാതോർത്തപ്പോൾ മനസ്സിലായി ഇത് ഞങ്ങളെ ഉണ്ടാക്കിയ ശബ്ദമാണ്, ഞങ്ങളുടെ യജമാന്റെ ശബ്ദമാണ്. പെട്ടെന്ന് അതനുസരിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് കൽപ്പിച്ചാൽ കേൾക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഹാർട്ട് പ്രോബ്ലത്തിന് കർത്താവ് കൽപ്പിച്ച ചെവിയുണ്ട്. നമ്മുടെ കിഡ്നി പ്രോബ്ലത്തിന് കർത്താവ് കൽപ്പിച്ച ചെവിയുണ്ട്. നമ്മുടെ ആസ്മ പ്രോബ്ലത്തിന് കർത്താവ് കൽപ്പിച്ച ചെവിയുണ്ട്. കുരിശിൽ കിടന്നപ്പോൾ ശ്വാസം വലിക്കാൻ വിഷമിച്ചവനാ നമ്മുടെ കർത്താവ്. മുട്ടിലൂന്നി നിന്ന് ശ്വാസം വലിച്ച കർത്താവിന് നമ്മുടെ ശ്വാസം മുട്ടിന്റെ പ്രയാസം അറിയാം. ആ കർത്താവ് കൽപ്പിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. മിച്ചിഗണിലെ ഡിട്രോയിറ്റില് ഒരു മനുഷ്യനെ കാർ ഓടിച്ചു പോകവേ അയാളുടെ കാർ കേടായിപ്പോയി. പുറകെ വന്ന കാറിൽ ഒരാൾ വന്നു. അയാളുടെ കാറ് ലിങ്കൺ കമ്പനിയുടെ കാറാണ്. മുൻപേ പോയത് ഫോർഡ് കമ്പനിയുടെ കാറാണ്. അതാണ് കേടായിപ്പോയത്. അയാൾ ചോദിച്ചു, ഇയാൾ നോക്കി നന്നാക്കാൻ പറ്റുന്നില്ല, മഞ്ഞ് വീഴ്ചയുള്ള സമയമാണ്. ഇയാൾ വല്ലാതെ വലഞ്ഞു വിഷമിച്ചു നിന്നപ്പോൾ രണ്ടാമത്തെ ആൾ വന്ന് വണ്ടി നിർത്തി ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ കാർ കേടായിപ്പോയി. അയാള് എടുത്ത് ഓണറ്റ് പൊക്കി നോക്കിയിട്ട് എവിടെയോ പിടിച്ച് തിരിച്ച ശേഷം പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ എഞ്ചിന് ജീവൻ വെച്ചു. അവന്റെ മനസ്സിനുമാണ് ജീവൻ. ആ ജീവൻ വെച്ചപ്പോൾ അവൻ ചോദിച്ചു, സർ അങ്ങ് ആരാണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരാണ് ഹെൻറി ഫോർഡ്. എൻ്റെ പേരല്ല, ആ പറഞ്ഞ ആളുടെ ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞു. ഹെൻറി ഫോർഡ് ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ ഫോർഡ് കമ്പനിയുടെ ഉണ്ടാക്കിയ ആള്. ഉണ്ടാക്കിയ ആൾക്ക് അറിയാത്ത വല്ലതും ഉണ്ടോ ഇതിനകത്ത്? അയാൾ ഈ ലിങ്കന്റെ കാർ ഓടിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്നറിയാവോ? ഇതിന്റെ ടെക്നിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഞാൻ പറയുന്ന മനസ്സിലാക്കിയ സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അന്തരാവയവങ്ങളിൽ ഒരു കേടുപാടുണ്ടെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയാൽ അകത്തുള്ളത് റിപ്പയർ ചെയ്യാൻ കർത്താവിന് കഴിയും. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം പറഞ്ഞാൽ എല്ലാത്തിനും ചെവിയുണ്ട്. പ്രകൃതി ശക്തിക്ക് ചെവിയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കാര്യം, ഈ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നു. ഒരു വി ആകൃതിയിലാണ്. അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പക്ഷികൾ കേരളത്തിൽ വരും. ഞങ്ങളുടെ വയനാട്ടിലൊക്കെ വരുന്നുണ്ട്. വിസ ഒന്നും വേണ്ടാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തെ അതിൻ്റെ തടയുന്നില്ല. ഇവിടെ അമേരിക്കയിലൊക്കെ ഞങ്ങളൊക്കെ വന്നിറങ്ങും. ഈ എമിഗ്രേഷനിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ചോദ്യങ്ങളൊക്കെയാണ്. ഇത് അതിനോട് ആരും ചോദിക്കുകയല്ലോ, ഇതിങ്ങനെ മേളിൽ കൂടെ പോരുന്നുണ്ട്.
ഒരെണ്ണം മുമ്പിൽ പോകും, ബാക്കിയുള്ളവരെ ഇങ്ങനെ പുറകെ വി ഷേപ്പിലാണ് പോകുന്നത്. ഇതിനോട് ആരാ വി ഷേപ്പിൽ പോകാൻ പറഞ്ഞത്? അതൊരു സയൻസാണ്. മുമ്പിൽ പോകുന്ന പക്ഷി അല്പം ഉയർന്നു പറക്കും. അതിങ്ങനെ ചിറക് ഉയർത്തുമ്പോൾ ഇവിടുത്തെ വായുവിൻ്റെ സമ്മർദ്ദം കുറയും. സമ്മർദ്ദം കുറയുമ്പോൾ ഈ താഴെ പോകുന്ന പക്ഷികൾക്ക് സുഖമായി ഇതിലൂടെ പോകാൻ പറ്റും. ഇത് ക്ഷീണിക്കുമ്പോൾ ഇപ്പം പുറകോട്ട് വരും, അടുത്ത ആൾ മുന്നോട്ട് പോകും. അപ്പം ചിറകിന് ഒത്തിരി ആയാസം കുറച്ച് പുറകിലുള്ള പക്ഷികൾക്ക് പോകാൻ കഴിയും. ഇത് ആരാ പഠിപ്പിച്ചതിനെ? അപ്പം നമ്മുടെ ദൈവം ആരാ? ദൈവം ഇതിനെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുക. അതിന്റെ മെക്കാനിസം ഒക്കെ ആ ദൈവത്തിന്റെ പ്രത്യേകത എത്ര വലുതാണ് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചാൽ പക്ഷികൾ സംസാരിക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചാൽ ഈ കഴുത സംസാരിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞാൽ ഇതാ അഗ്നിജാലകൾ അതിന് ജോലി ചെയ്യും. സിംഹങ്ങൾ വായടയ്ക്കും. ഏത് ജോലിയും ഏത് പ്രകൃതി ശക്തിയും ചെയ്യത്തക്ക വിധത്തിൽ കൽപ്പിക്കാൻ കർത്താവിന് കഴിയും. കർത്താവ് കൽപ്പിച്ചു, എല്ലാത്തിനും ശാന്തതയുണ്ട്. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. എന്റെ ചോദ്യം, യേശുക്രിസ്തു അപ്പുറത്ത് ഗദരദേശത്ത് എത്തിയപ്പോൾ അവിടെ കർത്താവിനെ എതിരേറ്റത് ഒരു ഭൂതഗ്രസ്തനാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, 3-4 മിനിറ്റിനുള്ളിൽ. ഗദരദേശത്തെത്തിയ ഭൂതഗ്രസ്തനോട് കർത്താവ് പറഞ്ഞു, അവനിൽ നിന്നുള്ള ഭൂതങ്ങളെ വിട്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭൂതങ്ങൾ വിട്ടുപോകുന്നേ? ഉണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകുമ്പോൾ ഈ വിശ്വാസികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സഭയെ പോലും ആത്മാവിൽ ആരാധിക്കാത്തവർ വിട്ടുപോകുന്നതെന്ന് ഭയങ്കരമായിട്ട് ആരാധിക്കും. കാരണം ഈ വിട്ടുപോകുന്നത് ഈ എൻ്റെ മേത്തോട്ടെങ്ങാനും വരുമോ എന്നുള്ള പേടി കൊണ്ട് ആരാധിക്കുന്ന. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി. കർണാടകയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നിങ്ങളെ. അപ്പോൾ റെഡി ആയിക്കട്ടെ. ചെറിയമ്മയുടെ ഭാഷ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ടോമിനൊന്നും ഒത്തിരി ജോലി ചെയ്യേണ്ടി വരികയില്ല. ആരാധിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കേണ്ടി വരികയില്ല. തന്നെ ആരാധിക്കുള്ളൂ. ഈ ഓർമ്മ, അവിടുത്തെ ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ആരാധിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഭൂതം ഇങ്ങനെ യേശുക്രിസ്തു വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഇത് വിട്ടുപോയി. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കർത്താവിനോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അയ്യോ ഗുരു, അങ്ങ് വന്ന് വളരെ നന്നായി. ഇതുപോലുള്ള ഒത്തിരി സൈസുകൾ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളെല്ലാം തലയിൽ കൈവച്ച് മുഖത്തെ പുറത്താക്കണേ, നീ കുറച്ച് നാളുകൂടെ താമസിക്കണേ എന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞ എന്നാണെന്നറിയാമോ? ഞാൻ എൻ്റെ അടുത്തൊരു ഫിലിമുണ്ട്, 50 സിനിമയുണ്ട് എൻ്റെ അടുത്ത്. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളി പ്രശ്നക്കാരനാണ്. എല്ലാം ബൈബിൾ ഫിലിമാണ്. അപ്പൊ ഈ ബൈബിൾ ഫിലിമിലുള്ളതാ, ഹേ മന്ത്രവാദിയെ പോവുക എന്ന് പറഞ്ഞ് ഈ ജനക്കൂട്ടം വന്ന് ഗദരദേശത്തെ ജനം വന്ന് യേശുവിനെ പറഞ്ഞയക്കുന്നതായിട്ടാ എൻ്റെ ആ മൂവിക്കകത്തുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയോ? യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. ഈ ഒറ്റ ഒരാളെ മാത്രം, അത് ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ, ഭൂതഗ്രസ്തൻ. അവനിങ്ങനെ വിലങ്ങും ചങ്ങലയും ഉരുമി ഒളിച്ചു കളയത്തക്കവണ്ണം ഉഗ്രമൂർത്തിയായ സാത്ത പൈശാചിക ശക്തികൾ ബാധിച്ചവരെ സ്വതന്ത്രനാക്കി കർത്താവ്. സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ചവന് കാൽക്കലിരിക്കുന്ന കണ്ട് ജനക്കൂട്ടം ഹേ വിട്ടുപോവുക എന്ന് പറഞ്ഞ് യേശുവിനെ അവിടുന്ന് പുറത്താക്കി. എൻ്റെ ചോദ്യം, എന്തിനാ യേശു ഇത്രയും കഷ്ടപ്പെട്ടു പോയത്? കർത്താവ് എത്ര പേരെ നേടാൻ പറ്റി? വല്ല അഡ്രസ്സുള്ള അന്തസ്സുള്ള ഒരുത്തനാണെ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കുക. ഇത് ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരുത്തനെ തേടി എന്തിനാ കർത്താവെ പോയത്? ചോദ്യം, എന്തിനാ കർത്താവെ അത്രയും ക്ഷീണിച്ച അങ്ങ് അക്കരെ പോയത്? എന്തിനാ? യേശു പറയും, ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴു ലോകത്തെക്കാളും വിലയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പോയത്. നമ്മുടെ മനോഭാവം അതായിരിക്കണം സഹോദരങ്ങളെ. ഒരു ആത്മാവിന്റെ വില മുഴു ലോകത്തെക്കാളും വലുതാണ്. ആരും കരുണ കാണിക്കാത്ത ഒരു ഭ്രാന്തനോട് കർത്താവ് കരുണ കാണിച്ചു. പോൾ യോങ്ങിച്ചോ രക്ഷിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയാവോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവമാണ്. ആരോ കൊടുത്ത ബൈബിൾ എറിഞ്ഞു മൂലക്കിട്ടവൻ ക്ഷയരോഗിയായ യോങ്കിച്ചോ, ബുദ്ധമത വിശ്വാസിയായ യോങ്കിച്ചോ എടുത്ത് വായിച്ചപ്പോൾ വായിച്ച ഭാഗമായത് ഒരു ഭൂതബാധിതനോട് കാണിച്ച കരുണ. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തു കൊള്ളാലോ എന്ന് യോങ്കിച്ചോ തീരുമാനിച്ചു. യോങ്കിച്ചോയെ കണ്ടിട്ടുള്ളവർ കൈവക്കിക്കേ. ഇനി നമുക്ക് സ്വർഗത്തിൽ ചെന്ന് കാണാം. ബാക്കിയുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്, കോട്ടയത്ത് വെച്ച്, മദ്രാസിൽ വെച്ച് കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ മനുഷ്യന് എന്തു വലിയ ആളായിരുന്നു പുള്ളി. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി നേടിയ മനുഷ്യൻ. എന്താ കാരണം? ഈ ഒരൊറ്റ സംഭവം. ആരും കരുണ കാണിക്കാത്തവനോട് കരുണ കാണിച്ച കർത്താവ്. അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ ഉറപ്പായും അക്കരെ എത്തിക്കും. ഇട്ടേച്ചു പോകുകയല്ല. യേശുവുള്ള പടകിലുള്ളവർ പേടിക്കണ്ട. കർത്താവ് എന്തെല്ലാം കോളിളക്കങ്ങൾ ഉണ്ടായാലും കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിയാൽ അവൻ ഉണരുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ കരച്ചിലിനു മുമ്പിൽ കാതടയ്ക്കുമ്പോൾ, ലോകത്തിൽ ഏത് നീചപാപിയും ഏത് ദുഷ്ടനും ഏത് അപ്രസക്തനും നിലവിളിക്കുമ്പോൾ അവന്റെ നിലവിളിക്ക് മുമ്പിൽ കാത് ചായച്ചു വരുന്നൊരു കർത്താവ്. ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. D.L. മൂടി ഒരിക്കൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഡയറിയിൽ എഴുതി, ചിലരുടെ ലക്ഷ്യം രാജ്യമാണ്,
ചിലരുടെ ലക്ഷ്യം സമ്പത്താണ്, എൻ്റെ ലക്ഷ്യം ആത്മാക്കളാണ്. സഹോദരങ്ങളെ, യേശുവിൻ്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. നമുക്കും നമ്മുടെ ലക്ഷ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഈ ഒരൊറ്റ ആത്മാവിന് വേണ്ടി അക്കരെ പോയ കർത്താവ് ആ ആത്മാവിനെ നേടി തിരിച്ചു വന്നെങ്കിൽ, അവനെ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളെങ്കിൽ നമ്മുടെ ഈ മനോഭാവം അതാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ കുറിച്ചെല്ലാം അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, ഇന്ന് രാത്രികാലം ആ ദൈവം നമ്മളോട് പറയുന്നത് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുക, ആത്മാക്കളെ നേടുക, ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. അത് വെച്ച് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ തങ്കച്ചൻ ലൂക്കോസ് പ്രാർത്ഥിച്ച് അവസാനം. ഹല്ലേലൂയ. രക്തതാജ്യം മഹത്വത്തിന് പ്രത്യാശയായി ഞങ്ങളുടെ കർത്താവ് രക്ഷകരമായ ദൈവമേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ആഴ്ചവട്ടത്തിന്റെ ഈ അവസാന രാത്രി വേളയിൽ സർവശക്തനായ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ കടുത്തു വന്ന് സ്വർഗീയമായ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞാൻ കൃപ നൽകിയ ദൈവത്തിന്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാൽ അവരുടെ മധ്യ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവേ, ഞങ്ങൾ ചുരുക്കമെങ്കിലും ദൈവത്തിന്റെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങിയിരിക്കുക ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. തൃക്കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ആലോചന വലിയവനും പ്രവൃത്തി ശക്തനുമായ കർത്താവിന്റെ സ്വർഗ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവേ, നിന്റെ കര കുറിയിട്ടില്ലല്ലോ, നീ ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഈ ശ്വാസത്തോടെ പ്രത്യാശയോടെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്നതപ്പാ. ഉടവരെ ഘടക ജനത്തിക്കാര കുഞ്ഞാട് രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയാലോചന അറിയിപ്പാൻ ദൈവം തന്നെ ദാസനെ ബലപ്പെടുത്തിയ ദൈവ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ശോധനകളും പലതുണ്ടെങ്കിലും അവയുടെ നടുവിലും ആശ്വാസദായകനായ ദൈവത്തിന്റെ വചനം ഒഴിപ്പാൻ കർത്താവേ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അവനാടുന്ന ദേശത്ത് മലബാറിന്റെ ദേശത്ത് കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രദേശത്തായിരുന്നതായ ആ വ്യക്തിയെ തേടി കർത്താവ് കടലിൽ കൂടെ കടക്കുവാനിടയായി. അക്കരെ കടന്നുപോയി. എന്തിനാണ് കടന്നു പോകുന്നത്? എന്ത് വേണ്ടി? പല ചോദ്യങ്ങൾ അവരുടെ മുമ്പാകെ കടന്നു വരാം. എങ്കിലും യഹോവയായ ദൈവമേ, നിനക്കൊരു ഉദ്ദേശമുണ്ട്, നിനക്കൊരു ആലോചനയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ, ഒരു വ്യക്തി രോഗസൗഖ്യം പ്രാപിച്ചാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ലോകത്തിലെ സകല വ്യക്തികളെക്കാൾ ശ്രേഷ്ഠമെന്ന് നിന്റെ വചനം ഹല്ലേലൂയ നിങ്ങളെ പഠിപ്പിക്കുന്ന ഓർത്ത് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. അങ്ങ് രാത്രിക്കാലം നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത് ദൈവത്തിന്റെ വചനം കേട്ട് അത് ഞങ്ങളുടെ ഉള്ളങ്ങളെ ക്രിയ ചെയ്യുവാൻ കർത്താവേ, ഇത് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകുവാനല്ല. ഹല്ലേലൂയ, ഒരു ചെവിയെ കൂടെ കേട്ട് ഹല്ലേലൂയ ചെവിയിലൂടെ അത് കളഞ്ഞിട്ട് പോകുവാനല്ല കർത്താവേ. അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്ത് അനേക ജീവിതങ്ങളെ വിടിവിക്കുവാൻ, അനേക ആത്മാക്കൾക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തിനെ ഓർമ്മിപ്പാൻ കർത്താവേ, നിന്റെ മക്കളായ ഏവരെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എന്റെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നീ ഞങ്ങളെ മറച്ചോളണം പ്രാർത്ഥിക്കുകയാണ്. നല്ല കാര്യങ്ങൾ അലവിപ്പാതക്കോണം ദൈവത്തിന്റെ ദാസനെ ശക്തിയേറ്റ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ശാരീരികമായി ആത്മീയമായി നീ എന്റെ മക്കളെ ബലപ്പെടുത്തണമേ. ഇന്നയോടെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിലയേറിയ കൃപകൾക്കായി സ്തോത്രം. നാളത്തെ വിശുദ്ധാരാധനയ്ക്കായി സൺഡേ സ്കൂളിനായി
സ്തോത്രം. കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരണമേ. എല്ലാവരും കടന്നു വന്ന് മഹത്വമാർ ദൈവത്തെ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവിനെയാക്കണമേ എന്ന് തിരുനാമത്തിലോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയെ അപേക്ഷയും കേട്ടതിനായി സ്തോത്രം. മഹത്വമാനം തിരുനാമത്തിനായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചനയെ കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ഇന്നും എന്നേക്കും കർത്താവ് രണ്ടാമവരെ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. ദൈവം നമ്മള് ഓരോരുത്തരെയും ദൈവത്തിലൂടെ കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. താങ്ക് യു പാസ്റ്റർ. ദൈവം വന്ന്